ഹായ്, നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരാണ് കേട്ടോ. തമിഴ്നാട് കോയമ്പത്തൂർ ഉക്കടത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ സത്യം പറഞ്ഞ ഒരു തെങ്ങ് കട്ടിയാൻ വേണ്ടി വന്നത്. ചെറിയ തെങ്ങാണെന്നാണ് വിശ്വാസം, കണ്ടിട്ടില്ല, വീഡിയോ കണ്ടതാണ്. അപ്പോൾ കുറച്ചായിട്ട് നമ്മളിവിടെ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്കും ഒരു രസം ഒരു ഇതിൽ അപ്പോൾ ഇങ്ങനെ ഇറങ്ങി. അതായത് ഇപ്പോൾ സമയം 6 മണിയായി. അവിടെ എത്തിയിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറായി. രാത്രി 12:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് ബാഗ്, നമ്മളെ ബാഗിലാണ്, ഒരു ബാഗിൽ ഈ സ്റ്റില്ലിൻ്റെ ഈ ബാഗിലാണ് കംപ്ലീറ്റ് ടൂൾസ്, അതിൽ മെഷീനും ഉണ്ട്, ബാക്കി സാധനം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നമ്മളെ വണ്ടിക്ക് തൃശ്ശൂർ വന്ന് അവിടെ നിന്ന് കോയമ്പത്തൂർ വണ്ടി കയറി അവിടെ നിന്ന് വന്ന് കയറ്റിപ്പോൾ ഉക്കടത്ത് ഇറങ്ങി. പുള്ളീനപ്പോൾ വന്നപ്പോൾ തന്നെ വിളിക്കാണ്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് വിളിച്ച് പുള്ളി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് കാണാൻ പണി എന്താണ്, എങ്ങനെ ഉണ്ട് എന്നൊക്കെ. എന്തായാലും ഒരു എക്സ്പീരിയൻസ്, ഒരു രസം, ആ ഒരു ഇതിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് പോയിട്ട് പണി കഴിഞ്ഞിട്ട് കാണാം. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട്. നമുക്കുള്ള വണ്ടി വന്ന് சரி. அஸ்ஸலாமு அலைக்கும். வலைக்கும் அஸ்ஸலாம். இது இங்க இருந்து எவ்வளவு தூரம் இருக்கு? இங்க இருந்து 5 கிலோமீட்டர். 5 கிலோமீட்டர். இது பஸ் ஸ்டாண்ட் இதாக்கும். ஆஹா. இது ஒர்க் நடந்துட்டு இருக்கனால யாருக்கும் ஒன்றும் சொல்ல முடியறது இல்லை. அந்த பஸ் எங்க த்ரூ பஸ்ல வந்துதான் திருச்சூர் இருந்து இங்க த்ரூ. இது நிசார் அதனால தான் இங்கே கூப்பிட்டு இருந்தேன். இந்த தெங்கு மரம் தான் கட் பண்ண வேண்டியிருக்கும். അപ്പോൾ ഈ തെങ്ങാണ് നമുക്കൊക്കെ മുറിക്കാനുള്ളത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ചെറുതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ കമ്പിയുണ്ട്, ലൈനുണ്ട്, അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ കുറച്ച് വയറുകൾ ഈ കേബിളിൻ്റെ ഇതൊക്കെ സമാധാനമുള്ളതാണ്. ചെറുതായിട്ട് തന്നെ മുട്ടിയായിട്ട് നമുക്ക് മുറിച്ച് ഇവിടെ ഒതുക്കാവുന്നതാണ്. വണ്ടികളുടെ തിരക്ക് ഇതുണ്ടാവില്ല. പതുക്കെ പതുക്കെ പിടിച്ചിടാനേ വഴിയുള്ളൂ.
വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്ന് പോരുന്നുണ്ട്. അതെന്ത് സമാധാനം. കൊലയും കൂടെ കിട്ടി കയറുന്നത് വിട്ടാൽ നമുക്കൊരു സമാധാനമായി. തലയുടെ വെയിറ്റ് കമ്മി പണല ഇതിപ്പിടിதான் ஒரு வரி ரெண்டு சைடால் அடித்து நடத்தி விட வேண்டியிருக்கும். തലയുടെ പണി കഴിഞ്ഞു.
പേരെന്താ? ലക്ഷ്മിയാ? ലക്ഷ്മിയാ? അയ്യോ ടെൻഷൻ ആയല്ലേ. என்ன பேருடா? என்ன பேர்? எரியா? ஜெரில். இந்த சேனல் சப்ஸ்கிரைப் பண்ண சொல்லுமா? சொல்லடா, சும்மா சொல்லு. சும்மா சொல்லு. ஜெரி சொல்லுமா? நீங்கள் ரெண்டு சேர்ந்து சொல்லு. ஓகே, 1 2 3 செட். ஓகே. திரும்பி வந்தாடா அது. അപ്പോൾ നമ്മളിവിടുത്തെ പണി കഴിഞ്ഞ് തെങ്ങുണ്ടായ ഇവിടുത്തെ 2 കോഞ്ഞാട്ടം മാത്രം ബാക്കിയായി. നോക്കടാ, തെങ്ങ് ബാക്കിയൊക്കെ ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്തെ പറമ്പേക്കും മാറ്റി നമ്മൾ പരിപാടി തീർന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ വിടണം. അവരോട് യാത്ര പറയാം, എന്താണെന്ന് വെച്ചാൽ കിട്ടണ മേടിച്ചിട്ട് ഒറ്റ വിടല്. അതിൻ്റെ ഇടയിൽ ഉക്കടത്തൊന്നൊന്ന് കയറി ഇറങ്ങിയിട്ടൊന്ന് പോകുള്ളൂ. എന്തായാലും ഇവിടം വരെ വന്നു. പക്ഷേ ഇന്നലെ നൈറ്റ് ഉറക്കം ശരിയല്ലാത്തതുകൊണ്ട് വേഗം വിടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. அந்த மாதிரி இந்த தமிழில் நிறைய ஆள் இருக்குது. இதை நம்ம கூப்பிடுறது நிறைய ஆள் இருக்குது வீடியோ பார்க்குறது. எல்லாருக்குமே இந்த ரொம்ப நன்றி சொல்கிறேன். எல்லாருமே வீடியோ ஃபுல்லாக சப்போர்ட் பண்ணு. இந்த இது கோயம்புத்தூர் பக்கம், கோயம்புத்தூர் உக்கடம் பக்கம், இது போத்தனூர் தான், இந்த பக்கம்தான். வேலையெல்லாம் முடிஞ்சிடுச்சு, நல்லா கிளியராக முடிஞ்சிடுச்சு, எதுவும் பிரச்சனை கிடையாது. அப்போது எல்லாருமே வீடியோ இஷ்டப்பட்டால் லைக் பண்ணு, ஷேர் பண்ணு, அப்புறம் பார்க்கலாம். അപ്പോൾ ശരി. താങ്ക് യു. സൂപ്പറായിട്ട് വർക്കൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് സന്തോഷമായി. എത്രയോ ആൾക്കാരെ വിചാരിച്ചു, പക്ഷേ ഒന്ന് നീറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തു. വളരെ നന്ദി.